ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു സർപ്രൈസ് നിങ്ങളോട് പറയാനുണ്ടെന്ന്. ആ സർപ്രൈസാണ് ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ. അതാരാന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മകൾ നയന. അവളുടെ ഒഫീഷ്യൽ നെയിം ഏഞ്ചൽ എന്നാണ് കേട്ടോ. അവളെ വീട്ടിൽ ഞാൻ വിളിക്കുന്ന പേരാണ് നയന എന്ന്. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ അവളെ വിളിക്കുന്നത് നയന എന്നാണ്. അപ്പം 10th വരെ അവൾ ഇവിടെ പഠിച്ചത്. അത് കഴിഞ്ഞ് അവളവിടെ +1 പഠനത്തിനായിട്ട് അവൾ നാട്ടിലോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എനിവേ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ അവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. പിന്നെ അന്നേരം അവൾ നാട്ടിൽ ഞാൻ ഈ പ്രാവശ്യം അവധിക്ക് ചെന്നപ്പോഴും എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് KFC കഴിക്കാൻ കൊതിയ അമ്മ. അപ്പം ഞാൻ നാട്ടിലത്തെ മേടിച്ച് കൊടുത്തിട്ട് അവൾ പറഞ്ഞു, അമ്മ അത് കൊള്ളത്തില്ല, ഇന്ന് നമ്മുടെ മസ്കറ്റിലെ അത്രയും ടേസ്റ്റൊന്നും ഇവിടുത്തെ KFCക്കില്ല അമ്മ. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ അമ്മമാരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുമ്പം നമ്മുടെ അമ്മമാർക്ക് അത് വളരെ ബുദ്ധിമുട്ടല്ലേ, നമ്മളെ സാധിപ്പിച്ച് അവർക്ക് കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ ഇന്ന് ഇവളെ കൊണ്ടുവരാൻ പോകുന്നപ്പോഴേ ഇവൾ എന്നോട് പറഞ്ഞത്, അമ്മ എനിക്ക് ഇവിടെ അടുത്തുള്ളൊരു കടയിൽ ഷവർമ്മയും മേടിച്ചുകൊണ്ടേ വരാമെന്ന്. അപ്പോൾ ഞാൻ മോനെ ഷവർമ്മയൊന്നും ഉച്ചക്കത്തേക്ക് കിട്ടത്തില്ല, വൈകിട്ട് നമുക്ക് പോയി KFC കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ KFC കഴിക്കാൻ പോയേക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇവളോട് ഞാൻ അവിടെ നിന്ന് വന്ന കാര്യവും ഫ്ലൈറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് മനസ്സിലാവുക. ഇപ്പോൾ ഇവൾക്ക് 10-17 വയസ്സൊക്കെ ആയില്ലേ. അതുകൊണ്ട് ഒരു മകളെക്കാട്ടിലുപരി ഞങ്ങൾ തമ്മിൽ നല്ലൊരു കൂട്ടുകാരെ പോലെ കേട്ടോ. അവളെല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് ഷെയർ ചെയ്യും, ഞാൻ അവളോട് പറയും. അതായത് ഈ ലോകത്ത് എന്ത് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഞാൻ അവളോട് പറയാറുണ്ട്. അവളതെല്ലാം ഇങ്ങനെ കേൾക്കും. ചില കാര്യങ്ങളൊക്കെ അവൾ കേട്ട് പറയും, അമ്മ അത് വേണോ, ഇങ്ങനെയൊക്കെ ഓരോ സജഷൻസൊക്കെ അവർ തരും. അതായത് മറ്റ് 2 പേരും കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ, അവർക്ക് അങ്ങനെ സജഷൻസ് ഒന്നും തരാൻ അറിയത്തില്ലല്ലോ. അപ്പം ഇപ്പോൾ ഇവള് പറഞ്ഞ, അമ്മ എന്നെ കൂടുതൽ ടേക്ക് കെയർ ചെയ്യണം, ഇത്രയും നാളും അമ്മ അവരെ നോക്കിയില്ലയോ. അപ്പോൾ അവിടെ അടുത്ത് പോയിരിക്കാൻ പറഞ്ഞതിന് ഞാൻ അങ്ങനെ പോയി അവിടെ അടുത്തിരുന്ന് ഇനി ഫോട്ടോയൊക്കെ എടുത്തതാണ് കേട്ടോ. ഇവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ 23ാമത്തെ വയസ്സിൽ എനിക്ക് ഉണ്ടായ കുഞ്ഞാണ് കേട്ടോ. അപ്പം അന്നേരം ഒന്നും നമുക്ക് നമുക്ക് 23 വയസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വലിയ പക്വതയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നി അന്ന്. പക്ഷേ എങ്കിൽ ഇവളിപ്പോൾ എന്നെക്കാട്ടിലും വളർന്ന് വലിയൊരു കൊച്ചായി. ദൈവം നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ കുഞ്ഞുങ്ങൾ വലുതായിട്ടൊക്കെ വളർന്നു വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം അത് കാണാനും നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യാനും. എൻ്റെ സാരക്കുട്ടിയുടെ ഇരിപ്പ് കണ്ടോ, പാവം, എന്തോ പറയാനാ, അവിടെ പല്ല് നിറച്ച് പോടാ, മുട്ടായി തിന്ന് പല്ലിലൊക്കെ പോടാ കേട്ടോ. അപ്പോൾ പറയാം, അമ്മ എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ലെന്ന്. ഇപ്പുറത്തിരിക്കുന്ന വ്യക്തിയെ കണ്ടില്ലേ, നമ്മുടെ ഇമ്മൂസൂട്ടനെ എൻ്റെ ക്യാമറാമാൻ ഇപ്പോഴത്തെ കേട്ടോ. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ലെങ്കിലും ചിലപ്പോൾ ഭാവിയിൽ ഒരു ക്യാമറാമാൻ ആയാലോ അമ്മയുടെ ഫോട്ടോയും വീഡിയോയും എടുത്തെടുത്ത് എനിക്ക് ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു തരുന്നേ അവനാ കേട്ടോ. ഈ കുറച്ച് നാളുകളായിട്ട് ഞാൻ വിജിയോട് പറയുമ്പോൾ വിജിക്ക് ദേഷ്യമാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ യൂട്യൂബിൽ